ഷിബുടോ എവിടെയാണത് ഇത്ര നാളെ? നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? നിന്റെ കയ്യിലിരിപ്പ് അനുസരിച്ച് നിന്റെ സ്വഭാവം അനുസരിച്ച് ഇതിനു മുമ്പ് നാട്ടുകാർ നിന്നെ ഒന്ന് റെഡി ആക്കിയിരിക്കുന്ന ഞാൻ കരുതി. പിന്നെ എന്തുണ്ട്? എന്തുണ്ടാവാൻ, നിനക്കൊക്കെയല്ലേ ജീവിതം നാട്ടുകാരെ പറ്റിച്ച് ഇങ്ങനെ ജീവിക്കുന്നത്. എന്റെ പൊന്ന് ഷിബു, ഈ ജ്യോതിഷം എന്ന് പറഞ്ഞൊരു സത്യമുള്ള ശാസ്ത്രമാണ്. എന്റെ പുറത്തെ കുറെ വ്യാജന്മാരിറങ്ങിയിട്ട് ഉള്ള ഒറിജിനൽ ജ്യോത്സ്യന്മാർക്ക് വരെ വിലയില്ലാണ്ടായിപ്പോ. ചൈനയുടെ ആരാധകനാ. അപ്പോ എന്തിനും ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേണ്ടേ? അങ്ങനെ ആയിക്കോട്ടെ. അല്ല വൈകുന്നേരം ആരെ പറ്റിക്കാനുള്ള പരിപാടിയാ? എല്ലാ സാധനം ഉണ്ടല്ലോ കയ്യില്. നമ്മുടെ ബാങ്കിലെ രവിയില്ലേ, ബാങ്കിലെ രവിയുടെ ഭാര്യയെ പിന്നെ ഞാൻ ചന്തക്കടുത്ത് വെച്ച് കണ്ടു. അപ്പൊ അവിടെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്റെ സ്വഭാവം അറിയാമല്ലോ, ഞാനത് കൊട്ടേഷൻ അങ്ങ് ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞു ഉടനെ വന്ന് വേണ്ടത് ചെയ്ത് എല്ലാം തരപ്പെടുത്തി കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ ബാങ്ക് ഉദ്യോഗസ്ഥന്റെ വീടല്ലേ, അല്ല പുത്തൻ ഗാന്ധി കിട്ടും. രവിയുടെ വീട്ടിൽ നിന്ന് എന്റെ പൊന്നളിയാ, ഒരു ലോണിന് വേണ്ടി ഒരാഴ്ച ഞാൻ അയാളുടെ പുറകെ നടന്നതാ. അയാളെ മൈൻഡ് പോലും ചെയ്തില്ല എന്നെ. നിന്റെ സ്വഭാവം അറിയാം. നീയേ മുമ്പെങ്ങാനും അവിടെ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടാവും. ലോൺ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു രീതി. നിനക്ക് ആ രീതികളൊന്നും ഇല്ലല്ലോ. നീ ആ ബാങ്കിന്റെ മുന്നേ കൂടെ വല്ലപ്പോഴും കൂടെ നടന്നെങ്കിലും പോയിട്ടുണ്ടോടാ? എന്ന് വെച്ച് അളിയാ, നമ്മൾക്ക് ഒരു നാട്ടുകാരല്ലേ. ഞാൻ അയാളെ കയ്യിൽ നിന്ന് കാശ് എടുത്തു തരാനൊന്നുമല്ലോ പറഞ്ഞത്, ബാങ്കിന്റെ കാശല്ലേ. അളിയാ, നീ എനിക്കൊരു ചെറിയ ഉപകാരം ചെയ്യാമോ? എന്തോ എന്തായാലും നീ ഒരു കളയോത്സവം പറ്റിക്കാനാണ് അങ്ങോട്ട് പോണത്. നിനക്കൊരു ദിവസം ആ രവി ഒന്ന് ടെൻഷൻ അടിപ്പിക്കാൻ പറ്റും. അതിന് ചെലവുണ്ട്. 1000 രൂപ. 1000 രൂപ എന്നോട് തന്നെ വേണം എന്റെ ഷിബു നിന്റെ ഈ ഉടായ്പ്. ഇത് അതിനൊക്കെ കുറെ സീരിയസ് ആയിട്ട് ചെലവുള്ള കാര്യങ്ങളാണ്. സമ്മതിക്കണം. ഒരു 500 കൊണ്ട് തിന്ന്. പക്ഷെ ലോണ് കിട്ടാത്തതിന്റെ പേരിൽ ഞാൻ അനുഭവിച്ച ടെൻഷന്റെ ഒരു 3 ഇരട്ടിയെങ്കിലും രവി അനുഭവിക്കണം. അക്കാര്യം അളിയാൻ എനിക്ക് വാക്ക് തരണം. 3 ഇരട്ടിയല്ല, 30 ഇരട്ടി. അവനും അവന്റെ കുടുംബവും ടെൻഷൻ അടിച്ച് നിന്നെ എനിക്ക് വിശ്വാസമാടാ. ബാക്കി 500 തരണം. അളിയാ, പണ്ട് നിന്നെ തല്ലിയ സീത ടീച്ചറുടെ ടിഫിൻ ബോക്സിൽ ഞാൻ നിനക്ക് വേണ്ടി വിം കലക്കിയത് നീ മറക്കരുതേ. അതുകൊണ്ടാ ഇത് ചെയ്യുന്നത്. 500 കാര്യം മറക്കണ്ട. ഒരു മാറ്റമില്ലല്ലോ ദൈവമേ. रौद्रभावेलु शनि दशासा भयजास्ति शुक्रमानसा स्वर्णपीठमी पृष्टि सूक्षिदी. മനസ്സിലായോ? ചോദിക്കേ. അതായത് രൗദ്രഭാവേലു ശനി ദശാസ എന്ന് വെച്ചാല് ശനി ദശ രൗദ്രഭാവത്തിൽ ഈ വീടിന്റെ ഒഴിവുകളിൽ കറങ്ങുക. രൗദ്രഭാവത്തിൽ. അതിനിടയ്ക്ക് ശുക്രൻ എന്താ? ശുക്രൻ ഭയജാസ്തി ഭയജാസ്തി ശുക്ര മാളസ. അതായത് ഭയം കൂടുതൽ കൊണ്ട് ഈ ശനിയെ പേടിച്ച് ശുക്രൻ മാളത്തിൽ ഒളിച്ചിരിക്കുന്നു. ഇവിടെ ഈ വീട്ടിലെ മാളത്തിലല്ല, വീട്ടിൽ ഒളിച്ചിരിക്കുന്നു. പിന്നെ സ്വർണപീഠമീ പ്രഷ്ടി സൂക്ഷിതി. മനസ്സിലായി. സ്വർണപീഠമീ പ്രഷ്ടി സൂക്ഷിതി എന്ന് വെച്ചാൽ സ്വർണപീഠത്തിൽ ഇരുന്നാലും സൂക്ഷിച്ചിരിക്കണം. ഇരിക്കുന്ന കൊമ്പ് മുറിഞ്ഞു പോകുന്ന കാലമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രഹത്തിൽ. ജോത്സരെ ഒന്ന് തെളിച്ചു പറഞ്ഞു തരൂ, എന്തോന്നാണ് പ്രശ്നം? ഞാൻ ഇന്ന് ഇവിടെ വന്നത് നന്നായി. എന്താ? ഞാൻ ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ, കുട്ടി ചോദിച്ചില്ല എങ്കിൽ
ഇവിടെ ഒരു മരണം ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പ് നടന്നു. അയ്യോ അയ്യോ ഭഗവാനെ, മരണോ? മരണോ? നമുക്ക് ആർക്കും അസുഖമൊന്നുമില്ല. രവിയേട്ടാ, അച്ഛാ, എന്തോന്ന് നിങ്ങൾ എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ നോക്കണേ? നിങ്ങളുടെ നോട്ടം കണ്ടു കഴിഞ്ഞാ ഞാനാണ് മരിക്കാൻ പോണെന്ന് തോന്നുന്നു. അയ്യോ ഗ്രഹനാഥനാകാം, ഏ ഗ്രഹനായികയാകാം, അയ്യോ മരി. കുഞ്ഞുങ്ങളുമാകാം. പണി. അയ്യോ ഇന്ന് രാത്രി 12 മണിക്ക് അത് സംഭവിക്കും. ജോത്സരെ, പ്രതിവിധിയൊന്നും ഇല്ലേ തടയാൻ? ഉണ്ട് ഉണ്ട്, എല്ലാത്തിനും പ്രതിവിധി ഉണ്ട്. 7 ദിവസം ഇടുപ്പോളം വെള്ളത്തിൽ നിന്ന് ഞാൻ പൂജിച്ചെടുത്ത കിഴി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങൾ കൊണ്ടുപോയി ഭദ്രമായി നിലത്ത് വയ്ക്കാതെ സൂക്ഷിക്കണം. നിലത്ത് വെക്കാതെ സൂക്ഷിക്കണം എന്ന് വെച്ചാൽ പിന്നെ അതിന് ഒരു 5000 രൂപയുടെ ചെലവാണ്. 5000 പണി. എന്തോന്ന് രവിയേട്ടോട് മരിക്കാൻ പോകുമ്പോഴാണ് 5000 രൂപ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. പിശുക്കൊക്കെ മാറ്റി പോയി, ജീവൻ വേണ്ടേ ആദ്യം. എന്തെങ്കിലും ചെയ്യ് രവിയേട്ടാ, മരിക്കാൻ വയ്യ. അത് തരണം, 5000 രൂപ തരാം. എടുക്കാലോ. മക്കളെ അത് വാങ്ങിക്കോ. ജോത്സരെന്ന് പ്രാർത്ഥിച്ചോണ്ട് വാങ്ങിക്കണേ. ആരാ വാങ്ങുന്നേ? മകൾ മോള് 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 വാങ്ങിച്ചോ, മോളെ വാങ്ങിച്ചോ. എനിക്ക് എന്നെ എല്ലാം പണി. നിലത്ത് വെക്കല്ലേ. ജോത്സരെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കാം. എന്റെ കല്യാണം നടക്കാൻ വല്ല സാധ്യതയുണ്ടോ? ഒന്ന് നോക്കൂ പ്ലീസ് പ്ലീസ്. കല്യാണം അല്ലേ? ഇതിന്റെ ഇടയിൽ തന്നെ വേണോ? മരണത്തിന്റെ ഇടയിൽ? മനുഷ്യൻ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞു അപ്പോഴാണ് അവളെ കല്യാണം. നടക്കും നടക്കൂ? നടക്കും. അയ്യോ, ഉടനെ നടക്കും. അപ്പൊ മരിക്കാൻ പോണത് ഞാനല്ല. ആ പിന്നെ വിവാഹം സ്വർഗത്തിലും നടത്താം. എനിക്ക് അവിടെ വേണ്ട. അതെ. ഒന്ന് മിണ്ടാതിരിയടി, മരിക്കാൻ പോകുമ്പോഴാണ് നിന്റെ ഒരു കല്യാണം. മക്കളെ പേടിക്കാതെ, മന്ത്രിച്ച കിഴി തന്നിട്ടുണ്ടല്ലോ, അപ്പൊ ഒന്നും സംഭവിക്കില്ല അല്ലേ ജോത്സരെ? അതിന് ഒരു പരിധി വരെ. ആ അത്രേ ഉള്ളൂ. അല്ല, അതിന് മേലെയും ഉണ്ട് കാര്യങ്ങൾ. ഒരു പരിധി വരെ അത് പിടിച്ചു നിർത്തും എന്ന് പറഞ്ഞിട്ട് നോമിറങ്ങുന്നു. ഭാഗ്യം ഉണ്ടെങ്കിൽ നാളെ എന്താ അങ്ങനെ പറയണേ? നാളെ കാണണം, കണ്ടേ പറ്റൂ. കാണാം. മക്കളെ, ബെങ്കിമോളെ, ഇത് താഴെ വെക്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇത് എവിടെ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ജനലിൽ കെട്ടി തൂക്കിടാം. അയ്യോ വേണ്ട വേണ്ട, അത് വന്ന് നിലത്ത് വീണ എന്ത് ചെയ്യും? നമുക്കേ ആ ഷെൽഫിന്റെ ഉള്ളിലായിട്ട് വെക്കാം. എന്തിനാണ് ഈ സമയത്ത് നെഗറ്റീവ് പറയണം? അല്ലെങ്കിൽ മൊത്തത്തിൽ നെഗറ്റീവായിട്ട് ഇരിക്കുകയാണ്. ദൈവമേ, 12 മണി കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. നിങ്ങളെല്ലാരും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കല, എനിക്ക് പേടിയുണ്ട്. എന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. പിന്നെ അച്ഛാ, ആ പറമ്പിലോട്ടൊന്നും പോവല്ലേ. ആ തെങ്ങിന്റെ ചോട്ടിലായിട്ട് ചെന്ന് നിന്ന് കഴിഞ്ഞാലേ വല്ല തേങ്ങയും തലേ വന്ന് വീണാലോ. തെങ്ങ് ചതിക്കൂല മക്കളെ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ പറമ്പിൽ വരുമ്പോ ശ്രദ്ധിക്കണം. ആ തേങ്ങ കൊണ്ടടുത്തൊന്നും പോയില്ല, തേങ്ങയും തൊണ്ടൊക്കെ എടുക്കാനായിട്ട്. 2 ദിവസം മുമ്പാണ് അവിടെ ഒരു പാമ്പിനെ കണ്ടത്. ഇതൊന്ന് നിർത്തുവോ? ഇത് എവിടെ? ഷെൽഫിൽ വെക്കാം. വാ. എന്തോന്ന് മച്ചാ ഇത്? എന്താണ് കാണിച്ചത്? എന്തെങ്കിലും അപകടം ഇന്ന് സംഭവിക്കും ഉറപ്പാണ്. അതുകൊണ്ടാണ് അവളെ കയ്യിൽ നിന്ന് വീണത്. ഈ സമയത്ത് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. എന്തോ കൊച്ചേ, ഞാൻ എന്തോന്നു ഇവിടെ തള്ളായിരുന്നു കീറി വിളിച്ചോണ്ടല്ലേ ഇപ്പൊ സാധനം എന്താ പോയ? അച്ഛന്റെ തെറ്റാണ്. അച്ഛനല്ലേ അച്ഛൻ പറഞ്ഞ പാമ്പ് ചേരാന്നൊക്കെ. ഞാൻ പറഞ്ഞ പറമ്പിലെ കാര്യമില്ല, ഈ ബെൽറ്റ് കീഴാതാണ് കൊണ്ടുവയ്ക്കേണ്ടത്. അല്ലെങ്കിൽ തന്നെ അന്നാ നീ ഇവിടെ വെക്കുമോ? ഒരു കാര്യം പറയാം, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അത് ഉറപ്പാണ്. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. അയ്യോ, ഈ സമയത്ത് വഴക്കുണ്ടാക്കണം നമുക്ക്. ഈ സാധനം എന്റെ നില വീണ ഞാൻ ചത്തുവോ? മക്കൾക്കൊന്നും പറ്റില്ല, മക്കളെ പേടിക്കാതെ. അച്ഛൻ പറയാതെ തോന്നുന്നു എനിക്ക് എന്തെങ്കിലും പറ്റുമെന്ന്. ഞാൻ ചുമ്മാ പറഞ്ഞില്ല. ഞാൻ ഒരു കാര്യം പറയട്ടാ, ആർക്കും ഒന്നും പറ്റൂല. വരണമെങ്കിൽ വരട്ടെ. എന്തോന്ന്? എന്ത് വന്നാലും എന്റെ മരണപത്രം പുലിനട വീട്ടിൽ മണിക്കുട്ടിയുടെ ഭർത്താവായ പാറവിള വീട്ടിൽ രവീന്ദ്രനാഥ് എന്ന ഞാൻ എഴുതി തയ്യാറാക്കുന്ന എന്റെ മരണപത്രം. ജ്യോതിഷ വിധി പ്രകാരം ഞാനാണ് മരിക്കുന്നതെങ്കിൽ
എൻ്റെ ബാങ്കിലുള്ള പണം തുല്യമായി ഭാര്യയ്ക്കും എൻ്റെ പൊന്നുമക്കളായ റിങ്കിക്കും പിങ്കിക്കും വീതിച്ചു നൽകണം. എൻ്റെ അക്കൗണ്ടിലുള്ള 5000 രൂപ എൻ്റെ മക്കളുടെ കല്യാണ ചെലവിന് എടുത്തതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ മണിക്കുട്ടിക്ക് കൊടുക്കണം. പാറവിള വീട്ടിലെ എൻ്റെ 7 സെന്റ് പുരയിടത്തിൽ എൻ്റെ മൃതദേഹം സംസ്കരിക്കുകയും വേണം. ചുറ്റിനും പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ച് ദിവസവും വെള്ളമൊഴിക്കണം. പാതാളത്തിലാണെങ്കിലും വെള്ളത്തിന് ക്ഷാമമുണ്ടാകരുതല്ലോ. എൻ്റെ കൂടപ്പിറപ്പായ എൻ്റെ ചേതക്ക് സ്കൂട്ടർ, എൻ്റെ മണിക്കുട്ടിയും റിങ്കിയും പിങ്കിയും എന്നെ എങ്ങനെയാണോ നോക്കിയിരുന്നത് അതുപോലെ എൻ്റെ കാലശേഷവും നോക്കണം. കൂടുതൽ എഴുതാൻ ഇപ്പോൾ എനിക്ക് കൈവിറയ്ക്കുന്നു എന്ന് സ്വന്തം രവീന്ദ്രനാഥ് പാറവിള. രവിയേട്ടാ, എന്താണ് ഈ കാര്യമായിട്ടിരുന്ന് കുത്തി കുറിക്കുന്നത്? നീരി മണി, ഇതെൻ്റെ മരണപത്രമാണ്. നീ ഞാനാണ് മരിക്കുന്നതെങ്കിലേ അതിനുശേഷം നമ്മുടെ മക്കൾ തമ്മിൽ സ്വത്തിന് വേണ്ടിയൊന്നും വഴക്കുണ്ടാക്കാൻ പാടില്ല. ഞാൻ തുല്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നിന്റെ കാര്യം ഞാൻ എഴുതിയിട്ടുണ്ട് മണി. എന്നും പറയണേ രവിയേട്ടാ. രവിയേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇനി ഞാനാണ് മരിക്കുന്നെങ്കിലേ രവിയേട്ടൻ വേറെ കല്യാണം കഴിക്കുമോ? എന്തോന്ന് മണി നീ ഇങ്ങനെയൊക്കെ? ഭാര്യമാരില്ലാത്ത എത്രയോ ഭർത്താക്കന്മാർ ജീവിക്കുന്നു. പിന്നെ നമ്മുടെ പിങ്കിമോൾക്കും റിങ്കിമോൾക്കും അവരമ്മയെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ അവരവർക്ക് അമ്മയെ കൊടുക്കും. എനിക്കറിയാം നിങ്ങൾ അങ്ങനെ ചെയ്യുള്ളൂ. അങ്ങനെ എങ്ങാനും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയാണ് സത്യം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ യക്ഷയായിട്ട് വന്ന് നിങ്ങളുടെ അവളുടെ ചോര ഊറ്റി കുടിക്കും. അവിടെയും ഒരു സൗര്യം തരൂരും തന്നെ. ഇതൊന്നും സാരിയൊക്കെ എടുത്തോണ്ട് പറഞ്ഞേ. രാധ ചേച്ചിയുടെ മോളെ കല്യാണത്തിന് ഉടുക്കാൻ വേണ്ടി വാങ്ങിച്ച സാരിയാണ്. ഇതൊരിക്കലെങ്കിലും ഉടുക്കണം എന്ന് എന്റെ ആഗ്രഹമുണ്ട്. ഇന്ന് 12 മണിക്ക് മുന്നേ മരിക്കുകയാണെങ്കിലേ ഈ സാരി ഉടുക്കൊണ്ട് മരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അന്ത്യാഭിലാഷമില്ലോ. ഉടുക്കട്ടാ? നീ ഉടുക്ക്, അത് നന്നായി. എന്തറിയുമോ, ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്നാണല്ലോ ഒരു ചൊല്ല്. ചെല്ല്, പെട്ടെന്ന് ഉടുക്ക്. ഉടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ പെർഫ്യൂം കൂടെ എടുത്ത് അടിച്ചോ. ആ പെർഫ്യൂം എടുത്ത് നിങ്ങളുടെ വായിലിട്ട് അടിച്ചോ. വായിൽ കാരണം പുച്ഛത്തിന്റെ നാറ്റെങ്കിലും മാറട്ടും. ആകാൻ പോവാണ്. ഓ, അയ്യോ, എനിക്ക് വിശക്കുന്നേ. കുത്തിക്കൊണ്ടിരുന്നു. അമ്മ ഈ സാരി ആയിട്ട് എവിടെ പോണമ്മോ? ഞാൻ ഈ സാരി ഉടുക്കാൻ പോണു. എനിക്ക് ഈ സാരി ഉടുക്കണം എന്ന് ആഗ്രഹം. പക്ഷെ തേക്കണം മുന്നേ ഇതൊന്നും. എനിക്കൊരു വൃത്തിയും മേനുള്ള ഉടുപ്പ് ഈ സാഹചര്യത്തിൽ ഇട്ടൂടെ? പിന്നെന്തോ അല്ല, വൃത്തിയും മെനയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എങ്ങോട്ട് പോണു? കല്യാണത്തിന് പോകുന്ന? ഓ ഓ ഓ, മനസ്സിലായി. എന്ത്? നിങ്ങളിൽ ഒരാളാണ് മരിക്കാൻ പോകുന്നെന്ന് വിചാരിച്ചിരിക്കുകയാണല്ലേ? ആര് വിചാരിച്ചു? എപ്പോ വിചാരിച്ചു? പോയടി, എനിക്ക് മരിക്കാൻ പേടിയാണ്. നീ ഒന്ന് പോയേ. പിങ്കി, നീ ഇങ്ങനെ പേടിക്കാതെ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അതെ, ഈ സ്വർഗത്തില് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും കിട്ടും. പ്രത്യേകിച്ച് നീ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം അതെത്തിക്കാനായിട്ട് കുറേ തോഴികളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഡാൻസ്, പാട്ട്, അത് ഇത് എല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടും. നീ കൈയിട് മാറ മാറ. വിശപ്പ് മറന്നിരിക്കായിരുന്നു, ഇപ്പൊ വിശക്കണം. ഫുഡ് വല്ലതും ഉണ്ടാ കഴിക്കാൻ? അയ്യോ, ഞാനേ ഈ മരണ എപ്രാളത്തിനിടയിൽ കുക്ക് ചെയ്യാൻ മറന്നുപോയി. ബെസ്റ്റ്. എന്തെങ്കിലും ഓർഡർ ചെയ്താലോ? മക്കളെ, എന്ത് മക്കളെ പ്രശ്നം? എനിക്ക് വിശക്കെന്ന് വെച്ചാ എന്തോന്നു മക്കളെ, എപ്പോഴും ഈ ഒരു ചിന്തയുള്ള നിനക്ക്? മൊബൈൽ ഇങ്ങോട്ട്. ഞാൻ വല്ല ഓർഡർ ചെയ്യാം ഫുഡ്. ചാവാൻ നേരത്ത് ഭക്ഷണം കഴിച്ചെന്നെ ചാവണതാണ് എൻ്റെ ഒരു അന്തസ്. ലേഡി എന്തൊക്കെ? ചിക്കൻ 65 എത്ര വേണം? 65 ഒരു 4 ഓർഡർ ചെയ്തോ. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടാ, എന്തിന് ഇത്രയധികം ഫുഡൊക്കെ? അച്ഛൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല. ഒരു കാര്യം ചെയ്യും, 4 ബിരിയാണി ഓർഡർ ചെയ്യും. അത് മതി. അയ്യോ, ബിരിയാണിയോ? ചിക്കൻ തന്നെ ഓർഡർ ചെയ്യണേ. 4 ചിക്കൻ ബിരിയാണി. എന്താ കയ്യില്? ഇത് അച്ഛൻ്റെ സ്വത്ത് വിവരങ്ങളെല്ലാം എഴുതിയത്. മരിച്ചു കഴിഞ്ഞാലും പ്രശ്നം ഉണ്ടാവാൻ പാടില്ലല്ലോ. എല്ലാവർക്കും തുല്യമായിട്ട് വീതിക്കുന്നോ?
അതെങ്ങനെ അച്ഛാ ശരിയാവും? ഞാനല്ലേ അച്ഛാ മൂത്ത മോള്. എന്റെ കാര്യങ്ങളല്ലേ ആദ്യം നോക്കേണ്ടത്. അതുകൊണ്ട് നമുക്കൊന്നും ഇപ്പൊ അവിടെ വീതിക്കണ്ടെന്നാ? അമ്മ നോക്കിക്കോളൂ അതൊക്കെ. അല്ല അച്ഛാ, ഇവളുടെ കാര്യം മാത്രം മതി. ഇത് തുല്യമായിട്ട് വീതിച്ച് ഇതിനകത്തൊന്നും ഇല്ലല്ലോ അച്ഛാ. അപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കും അച്ഛാ? ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ അമ്മ നോക്കിക്കോളൂ ആ സമയം. ഇത് എല്ലാം കൂടെ അമ്മയുടെ തലയെ കൊണ്ട് വെച്ചത് എവിടുത്തെ ന്യായത്? അതെ, അച്ഛന്റെ സ്കൂട്ടർ എനിക്ക് തന്നെ വേണം, അതിന് വേറെ അപ്പീലില്ല. മക്കളെ അത് പൊന്നുപോലെ നോക്കണേ ആ സ്കൂട്ടർ. അതാ മ്യൂസിക്കാർ നിങ്ങളൊക്കെ എന്തോന്ന് ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിഷയം വിട്ടാം. നമ്മളെല്ലാരും മരിക്കുകയാണെങ്കിലേ ഒരുമിച്ച് ടെൻഷൻ അടിച്ച് മരിക്കണതായിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. ആക്കടെ തുളയ്ക്കല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഹായ് ബഡി. എടാ നരുന്തേ, കുറെ നാളായിട്ട് ഞാൻ ഓങ്ങി വച്ചിരിക്കായിരുന്നു നിന്നെ. ഇവന്റെ ഈ ഞരമ്പ് രോഗം ഞാൻ ഇന്ന് തീർത്തിരിക്കും. എന്തായാലും ഞാൻ ചാവാൻ പോണു. അപ്പൊ 2 എണ്ണം പൊട്ടിക്കണം. ആരെ പൊട്ടിക്കാന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കായിരുന്നടി. പിടിച്ചോ, തൊടടാ എന്റെ കൈ, തൊടടാ, തൊട്. പിടിക്കല്ലേ? പിടിയടാ, പിടിയടാ. ഇനി ഇരിക്കോടാ നീ? അയ്യോ പോലെ ചേച്ചി ഒരു മിനിറ്റ്. ചേച്ചി എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ഇതുവരെ ആരും ഇടിച്ചിട്ടില്ല. ചേച്ചി എനിക്കും കൂടെ ഒരു അവസരം തരൂ. വൃത്തികെട്ടവൻ. ഹാഹാ, 2 എണ്ണമെങ്കിൽ 2 എണ്ണം കൊടുത്തപ്പോ എന്തൊരു സമാധാനം എന്നറിയാവോടി. എനിക്ക് ഇപ്പൊ മനസ്സിലായോ ഞാൻ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന്? മനസ്സിലായി. എന്റെ ഫുഡിന് വല്ലതും പറ്റുമെന്തോ? മക്കളെ കഴുകി മണി കഴുകി. എനിക്ക് വേണ്ട. എനിക്കും അത് തന്നെ കഴിക്കാനൊന്നും തോന്നുന്നില്ല. നിങ്ങൾ കഴിക്കും. എനിക്ക് നല്ല വിശപ്പുണ്ട്. ദേവേട്ടാ, എന്തെങ്കിലും കഴിക്കായിരുന്നു. ഈ സമയത്ത് എങ്ങനെ കഴിക്കാൻ? ഇറങ്ങണ്ടേ മണി? കുറച്ച് നിമിഷങ്ങളെ ഉള്ളെങ്കിലും നീങ്ങുന്നില്ല സമയം. മണിക്കൂർ പോലെ നീയും കഴിച്ചില്ല. ഇറങ്ങുന്നില്ല. 12 ആവാറായി. ഇനി കുറച്ച് നിമിഷങ്ങളൂടെ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. ജോത്സ്യം പറഞ്ഞ സമയം കഴിയുമല്ലോ. ഇതുവരെ ഒന്നും പറ്റിയില്ലല്ലോ നമുക്കൊന്നും. അല്ല, നമുക്കൊന്നും പറ്റിയില്ല. അവളെവിടെ? പിങ്കി എവിടെ? പിങ്കി നമ്മളോട് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കായിരുന്നില്ലേ? അപ്പൊ അവള് മേളിൽ കയറി പോയതാ. അതിനുശേഷം ഞാൻ കണ്ടില്ല. അയ്യോ അയ്യോ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പിങ്കി മോളെ, പിങ്കി കൊച്ചിനെ വിളിച്ചിട്ട് കേൾക്കുന്നില്ല. അങ്ങോട്ട് പോ മക്കളെ, നോക്ക് മക്കളെ, വീട്ടൊന്ന് സ്പീഡിൽ പോ. മോളെ പിങ്കി, പിങ്കി പിങ്കി മക്കളെ, പിങ്കി പിങ്കി മോളെ, പിങ്കി പിങ്കി മണി നീ കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. മോളെ പിങ്കി കുട്ടി, അയ്യോ മുഖത്ത് കളിക്ക്. പിങ്കി 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 പേടിപ്പിച്ചു കളഞ്ഞ്. എന്തോ മക്കളെ ഇത്? എന്തിനെന്നെ കുളിപ്പിച്ച്? എത്ര വിളി വിളിച്ചു ഞങ്ങള്. പേടിച്ചു പോയി ഞങ്ങള്. ഞാൻ ഭക്ഷണം മൊത്തം വലിച്ച് കയറ്റിട്ട് വയറ് പൊട്ടാറായി ഇവിടെ വന്ന് കിടന്ന് ക്ഷീണിച്ച്. മക്കളെ സമയത്രായി?
സമയം 11:59. ഇനി 1 മിനിറ്റ് കൂടെ ഉള്ളൂ. അയ്യോ ഏട്ടാ മക്കളെ നമുക്കെന്ത് സംഭവിക്കും? എനിക്കൊന്നും സംഭവിക്കണത്. ആദ്യം ഞാൻ തന്നെ ആയിരിക്കും. ഇല്ല ഞാനേ പോകൂ. അയ്യോ അയ്യോ 12 മണിയായി. അയ്യോ രക്ഷപ്പെട്ടു. മരിച്ചില്ല മക്കളെ, നമ്മള് മരിച്ചില്ല. മോളെ മണി എന്റെ ദൈവമേ രക്ഷപ്പെട്ടില്ലടി. സത്യല്ലേ? ഇല്ല ഇല്ലടി ഇല്ല. സത്യം സത്യം മരിച്ചില്ല. ഇല്ല പേടിച്ചു. അമ്മ അപ്പൊ ഇതാണല്ലേ മരണഭയം എന്ന് പറയണേ.